CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി അന്തരിച്ചു. ഇന്ന് വൈകിട്ട് 3:05 ദില്ലി എയിംസ് ആശുപത്രിയിലാണ് അന്ത്യം. ശ്വാസകോശ അണുബാധയെ തുടർന്നായിരുന്നു സീതാറാം യെച്ചൂരിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ന്യൂമോണിയ ബാധയെ തുടർന്ന് കഴിഞ്ഞ ഓഗസ്റ്റ് 19-നാണ് സീതാറാം യെച്ചൂരിയെ ദില്ലി എയിംസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. എന്നാൽ ശ്വാസകോശ അണുബാധയെ തുടർന്ന് ആരോഗ്യനില മോശമായതോടെ തീവ്രപരിചരണ വിഭാഗത്തിലേക്ക് മാറ്റുകയായിരുന്നു. തീവ്രപരിചരണ വിഭാഗത്തിൽ ഡോക്ടർമാരുടെ മൾട്ടി ഡിസിപ്ലിനറി ടീമിന്റെ മേൽനോട്ടത്തിലായിരുന്നു പരിചരണം. വെന്റിലേറ്ററിന്റെ സഹായത്തോടെ കഴിഞ്ഞിരുന്ന യെച്ചൂരിയുടെ മരണം വൈകിട്ട് 3:05 നിലവിൽ മൃതദേഹം എയിംസ് മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. നാളെ വൈകിട്ട് 6 മണിക്ക് വസന്തകുഞ്ചിലെ വസതിയിൽ പൊതുദർശനമുണ്ടാകും. ശനിയാഴ്ചയാണ് പാർട്ടി ആസ്ഥാനത്തെ പൊതുദർശനം. ശനിയാഴ്ച വൈകിട്ട് 5 മണിക്ക് മൃതദേഹം AKG ഭവനിൽ നിന്നും വിലാപയാത്രയായി എയിംസ് ആശുപത്രിക്ക് കൈമാറും. നാളെ വൈകുന്നേരം 6 മണിയോടുകൂടി ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ നിന്നും സീതാറാം യെച്ചൂരിയുടെ ശരീരം വസന്തകുഞ്ചിലുള്ള അവരുടെ താമസ സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നതും നാളെ രാത്രി മുഴുവൻ കുടുംബാംഗങ്ങൾക്കൊപ്പം സീതാറാം താമസിച്ചിരുന്ന ഫ്ലാറ്റിൽ അദ്ദേഹത്തിൻ്റെ മൃതശരീരം ഉണ്ടായിരിക്കുന്നതുമാണ്. മറ്റന്നാൾ, അതായത് 14-ാം തീയതി രാവിലെ 11 മണി മുതൽ ഇവിടെ AKG ഭവനിൽ സീതാറാം യെച്ചൂരിയുടെ മൃതശരീരം പൊതുദർശനത്തിന് വെക്കുന്നതാണ്. ആളുകൾക്ക് അന്ത്യോപചാരങ്ങൾ അർപ്പിക്കുവാനുള്ള അവസരം ഉണ്ടായിരിക്കുന്നതാണ്. പാർട്ടി ആസ്ഥാനത്തേക്ക് നിരവധി നേതാക്കളും പ്രവർത്തകരും എത്തി അനുശോചനം രേഖപ്പെടുത്തി. CPI ജനറൽ സെക്രട്ടറി D. രാജ, ആനി രാജ, ആം ആദ്മി പാർട്ടി നേതാക്കളായ സഞ്ജയ് സിംഗ്, അതിഷി എന്നിവരും AKG ഭവനിലെത്തി അനുശോചനം രേഖപ്പെടുത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, ദില്ലി. സീതാറാം യെച്ചൂരിയുടെ വിയോഗം അത്യന്തം ദുഃഖകരമായ വിടവാങ്ങലെന്ന് പിണറായി വിജയൻ. എല്ലാവർക്കും സമീപിക്കാവുന്ന വ്യക്തിത്വമാണ് അദ്ദേഹത്തിൻ്റെതെന്നും എളുപ്പം നികത്താവുന്ന വിടവല്ല അദ്ദേഹത്തിൻ്റെതെന്നും പിണറായി വിജയൻ അനുസ്മരിച്ചു. അടിസ്ഥാന വർഗത്തിനു വേണ്ടി ഒരു മനുഷ്യായുസ് മുഴുവൻ യെച്ചൂരി പ്രവർത്തിച്ചുവെന്ന് MV ഗോവിന്ദൻ മാസ്റ്ററും അനുസ്മരിച്ചു. സീതാറാം യെച്ചൂരിയുടെ വിയോഗം അത്യന്തം ദുഃഖകരമായ വിടവാങ്ങലാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. പൊതുനന്മ മുൻനിർത്തി വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളെ ഒരുമിപ്പിക്കുന്നതിൽ സീതാറാം യെച്ചൂരി കാര്യമായ സംഭാവനയാണ് നൽകിയിട്ടുള്ളത്. വ്യത്യസ്തമായ പല വിഷയങ്ങളിലും പ്രതിപക്ഷ നിരയിൽ അഭിപ്രായ സമന്വയമുണ്ടാക്കുന്ന കാര്യത്തിൽ സീതാറാമിൻ്റെ നയതന്ത്രജ്ഞതയാണ് തെളിഞ്ഞുകണ്ടതെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. എളുപ്പത്തിൽ നികത്താനാവുന്ന വിടവല്ല അദ്ദേഹത്തിൻ്റെ മരണത്തിലൂടെ ഉണ്ടായതെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ശക്തരായ കമ്മ്യൂണിസ്റ്റ് എതിരാളികൾക്ക് പോലും അങ്ങേയറ്റം ആദരവോടെ സ്നേഹത്തോടെ സമീപിക്കാൻ കഴിഞ്ഞ ഒരു നേതാവ് കൂടിയായിരുന്നു സഖാവ് സീതാറാം. പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അതീവ ദുഃഖകരമായ ഒന്നാണ് ഈ വേർപാട്. പെട്ടെന്ന് നികത്താവുന്ന ഒന്നല്ല. ലോകത്തെമ്പാടുമുള്ള കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്ക് യെച്ചൂരിയുടെ വിയോഗം തീരാനഷ്ടമാണെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. അടിസ്ഥാന വർഗത്തിന് വേണ്ടി ഒരു മനുഷ്യായുസ് മുഴുവൻ യെച്ചൂരി പ്രവർത്തിച്ചുവെന്നും MV ഗോവിന്ദൻ മാസ്റ്റർ അനുസ്മരിച്ചു. ഒരു മനുഷ്യായുസ് പൂർണ്ണമായും അധ്വാനിക്കുന്ന ജനവിഭാഗത്തിനു വേണ്ടി സമർപ്പിച്ച ഒരു സമർപ്പിത ജീവിതമാണ് ഇന്ന് ഒഴിഞ്ഞത്. മാർക്സിൻ ലെനിനിസം ഉയർത്തിപ്പിടിക്കുന്നതിലും അതിനടിസ്ഥാനപ്പെടുത്തി ഇന്ത്യയിലെ ജനങ്ങളെ ശരിയായ കാഴ്ചപ്പാടോടുകൂടി മുന്നോട്ടേക്ക് നയിക്കാനുള്ള പ്രത്യശാസ്ത്രപരമായ ഉള്ളടക്കം നൽകുന്നതിലും ഏറ്റവും പ്രമുഖനായ മാർക്സിസ്റ്റ് സൈദ്ധാന്തികനാണ് സഖാവ് സീതാറാം യെച്ചൂരി. ന്യൂസ് ഡെസ്ക്, കൈരളി ന്യൂസ്. CPIM-നും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്കും തീരാനഷ്ടമാണ് സീതാറാം യെച്ചൂരിയുടെ വിയോഗത്തിലൂടെ ഉണ്ടായത്. ആ വലിയ നേതാവിന്റെ വിടവാങ്ങലിൽ രാഷ്ട്രീയ ഭേദമന്യേ പ്രമുഖർ അനുശോചിച്ചു. സീതാറാം യെച്ചൂരിയുടെ വിയോഗം ഇടതുപക്ഷത്തിന് കനത്ത നഷ്ടമാണെന്ന് CPIM പോളിറ്റ് ബ്യൂറോ അംഗം A. വിജയരാഘവൻ അനുശോചിച്ചു. ഇന്ത്യൻ പൊതുരാഷ്ട്രീയ ഘടനയെ രൂപപ്പെടുത്തുന്നതിൻ്റെ മുഖ്യ സൂത്രധാരകന്മാരിലൊരാളായി പ്രവർത്തിച്ച സഖാവായിരുന്നു സീതാറാം. അതുപോലെ ആവില്ല നാളത്തെ സമൂഹമെന്ന ഉറച്ച നിലപാടും കാഴ്ചപ്പാടുമാണ്. കാരണം സാമൂഹ്യ മുന്നേറ്റത്തിൽ ദുർബലനായ മനുഷ്യന് ഇന്നല്ലെങ്കിൽ നാളെ പ്രതിരോധിച്ച് കരുത്താർജിച്ച്
ഇന്നത്തെ ദൗർബല്യങ്ങളെ പ്രമാണിത്വത്തെ ഇല്ലാതാക്കാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസത്തിൻ്റെ സ്വരമായിരുന്നു ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സഖാവ് സീതാറാം. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനും ഇന്ത്യയിലെ ജനാധിപത്യ പ്രസ്ഥാനത്തിനും കനത്ത നഷ്ടമാണ് യെച്ചൂരിയുടെ വിയോഗത്തിലൂടെ ഉണ്ടായതെന്ന് മുതിർന്ന നേതാവ് എസ് രാമചന്ദ്രൻ പിള്ള പറഞ്ഞു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിനും ഇടതുപക്ഷ പ്രസ്ഥാനത്തിനും ഇന്ത്യയിലെ ജനാധിപത്യ പ്രസ്ഥാനത്തിനും കനത്ത നഷ്ടമാണ് സീതാറാമിൻ്റെ നിര്യാണം മൂലം സംഭവിച്ചിരിക്കുന്നത്. യെച്ചൂരിയുടെ വിയോഗം ഇന്ത്യയുടെ ജനാധിപത്യ മതനിരപേക്ഷത പ്രസ്ഥാനത്തിന് പൊതുവെയും ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് പ്രത്യേകിച്ചും നികത്താൻ കഴിയാത്ത നഷ്ടമാണെന്ന് AK ബാലൻ പറഞ്ഞു. ദാർശനിക രംഗത്ത്, പ്രത്യയശാസ്ത്ര രംഗത്ത്, മാനസിക ലെനിസത്തിൽ അതിശക്തമായ ഒരു വിപ്ലവകാരി രൂപം കൊള്ളുന്നു. ദീർഘകാലമായി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന വിപ്ലവകാരിയെയാണ് നഷ്ടമായതെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ അനുസ്മരിച്ചു. ആശയരംഗത്ത് ചരിത്രപരമായ ദൗത്യം നിറവേറ്റാൻ മാർക്സിസം ലെനിനിസത്തിൽ വ്യക്തതയോടുകൂടി നിലപാടെടുക്കാൻ സഖാവ് സീതാറാമിന് കഴിഞ്ഞിരുന്നു. എല്ലാവർക്കും പ്രാപ്യനായ ആളായിരുന്നു യെച്ചൂരിയെന്ന് KN ബാലഗോപാൽ അനുസ്മരിച്ചു. സജീവമായ, ഏറ്റവും പ്ലസൻ്റായ, എല്ലാവർക്കും അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന, എല്ലാവർക്കും ഇടപെടാൻ പറ്റുന്ന, എല്ലാവരോടും സഹകരിക്കുന്ന വളരെ വലിയൊരു ജനകീയ മുഖമായിരുന്നു. അദ്ദേഹത്തിൻ്റെ നഷ്ടം, ഇങ്ങനൊരു അകാലത്തിലുള്ള വേർപാട് ഒട്ടും പ്രതീക്ഷിക്കാത്തതാണ്. യെച്ചൂരിയുടെ അകാല വേർപാട് ഇന്ത്യൻ ജനാധിപത്യ മതേതര ശക്തികൾക്ക് തീരാ നഷ്ടമാണെന്ന് AK ആന്റണി അനുസ്മരിച്ചു. ഇന്ത്യയിലെ ജനാധിപത്യ മതേതര ശക്തികൾക്ക് നഷ്ടമാണ്. ഇന്ത്യ മുന്നണിക്ക് തീരാ നഷ്ടമാണ്. സ്വാഭാവികമാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് തീരാ നഷ്ടമാണ് ഇദ്ദേഹത്തിൻ്റെ വേർപാട്. നഷ്ടമായത് ഇന്ത്യൻ മതനിരപേക്ഷതയുടെ കാവൽ ഭടനയാണെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞു. ഈ നഷ്ടം CPIM-ൻ്റേത് മാത്രമല്ല, ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനാകെ ഏറ്റ നഷ്ടമാണെന്നാണ് എൻ്റെ മനസ്സിപ്പോൾ പറയുന്നത്. മതേതര ചേരിയുടെ ശക്തമായ സാന്നിധ്യമായിരുന്നു യെച്ചൂരിയെന്നും ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ സൗമ്യതയുടെ മുഖമായിരുന്നുവെന്നും KPCC പ്രസിഡന്റ് K സുധാകരൻ അനുശോചനക്കുറിപ്പിൽ പറഞ്ഞു. വ്യക്തതയുള്ള നിലപാടുകളുമായി പ്രത്യയശാസ്ത്രത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങളിൽ അടിയുറച്ചു നിൽക്കുമ്പോഴും പ്രായോഗികതയുടെ രാഷ്ട്രീയ സമീപനമായിരുന്നു സീതാറാം യെച്ചൂരിയുടേതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ അനുസ്മരിച്ചു. യെച്ചൂരിയുടെ വിയോഗം ഇന്ത്യൻ ജനാധിപത്യത്തിന് വലിയ നഷ്ടമാണ് ഉണ്ടാക്കിയതെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP അനുശോചനത്തിൽ പറഞ്ഞു. വിശാല ജനാധിപത്യ മതേതര ബോധത്തിൻ്റെ വക്താവായിരുന്നു യെച്ചൂരിയെന്ന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല അനുസ്മരിച്ചു. യെച്ചൂരിയുടെ മരണം നികത്താനാവാത്ത നഷ്ടമാണ് ഉണ്ടാക്കിയതെന്ന് തോമസ് ഐസക് അനുശോചിച്ചു. വലിയ നികത്താനാവാത്ത ഒരു നഷ്ടമാണ് ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് സൃഷ്ടിച്ചിട്ടുള്ളത്. ഇന്ത്യയെ മതരാഷ്ട്രമാക്കാനുള്ള നീക്കത്തിനെതിരെ പോരാട്ടത്തിൻ്റെ കുന്തമുനയായിരുന്നു സീതാറാം യെച്ചൂരിയെന്ന് ജോൺ ബ്രിട്ടാസ് MP പറഞ്ഞു. കേവലം ഇടതുപക്ഷത്തിൻ്റെ മാത്രം നഷ്ടമല്ല യെച്ചൂരിയുടെ വിയോഗമെന്നും ബ്രിട്ടാസ് കൂട്ടിച്ചേർത്തു. യഥാർത്ഥത്തിൽ ഇന്നത്തെ കാലിക ഇന്ത്യയിൽ യെച്ചൂരി എത്ര കണ്ട് അനിവാര്യമായിട്ടുള്ളൊരു ഘടകമായിരുന്നു എന്നുള്ളത് അദ്ദേഹത്തിന്റെ ആ പോരാട്ടത്തിന്റെ വഴിത്താര മാത്രം പരിശോധിച്ചാൽ മതിയാകും. ഇന്ത്യ വലിയ രാഷ്ട്രീയ വെല്ലുവിളി നേരിടുമ്പോൾ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ കരുത്തായ തിളങ്ങിയ വ്യക്തിത്വമാണ് നഷ്ടമായതെന്ന് പന്നിൻ രവീന്ദ്രൻ പറഞ്ഞു. മതേതര ജനാധിപത്യ പ്രസ്ഥാനങ്ങൾ ഏറ്റവും വലിയ വെല്ലുവിളി നേരിടുമ്പോൾ ഭരണാധികാരി വർഗത്തിനെതിരായ യോജിച്ചൊരു പ്രസ്ഥാനം പടുത്തുയർത്തേണ്ട ഉത്തരവാദിത്തമുള്ളൊരു വലിയ നേതാവാണ് നമുക്ക് നഷ്ടമായത്. സീതാറാം യെച്ചൂരിയുടെ വിയോഗം ചെറുപ്രായത്തിലെ പൊതുരംഗത്ത് സജീവമായിരുന്ന യെച്ചൂരി മികച്ച പാർലമെന്റേറിയനായിരുന്നുവെന്ന് മുതിർന്ന നേതാവ് പാലോളി മുഹമ്മദ് കുട്ടി അനുസ്മരിച്ചു. പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം തീരാ നഷ്ടമാണ്. ചെറുപ്രായത്തിൽ പഠിക്കുന്ന കാലത്ത് SFI സംഘടന മുഖേന പൊതുരംഗത്ത് ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ടുള്ള നേതാവാണ് യെച്ചൂരി. ഇടതുപക്ഷ പ്രസ്ഥാനത്തിനും ദേശീയ രാഷ്ട്രീയത്തിനും കനത്ത നഷ്ടമാണ് സീതാറാം യെച്ചൂരിയുടെ വിയോഗം മൂലമുണ്ടായതെന്നും വലിയ തിരക്കുള്ളപ്പോഴും വ്യക്തിബന്ധങ്ങൾ കാത്തുസൂക്ഷിക്കാൻ സമയം കണ്ടെത്തിയിരുന്ന സഖാവ് കൂടിയാണ് യെച്ചൂരിയെന്നും മുൻ LDF കൺവീനർ വൈക്കം വിഷൻ അനുസ്മരിച്ചു. സാർവദേശീയ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനിടെ അന്നത്തെയുള്ള സ്ഥിതിയായിട്ടും അവരോടുള്ള ബന്ധപ്പെടുന്നതിനും ഏറ്റവും ശക്തമായ കരുത്ത് കാണിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക് കൈരളി ന്യൂസ്.